യുഎസിലെ കോണി ഐലൻഡിന് സമീപത്തായിരുന്നു ആ പയ്യന്റെ വീട്. വെറും 5 മൈൽ ദൂരം. അവൻ സ്ഥിരമായ ആ ദൂരം നടന്നു നീങ്ങി. ആ നടത്തത്തിൽ അവൻ ചുറ്റും നോക്കി. ജീവിതങ്ങൾ അതിങ്ങനെ കാറ്റിൽ അപ്പുപ്പന്താടി കണക്കിന് നീങ്ങുന്നു. റഷ്യക്കാർ, പ്യൂട്ടോറിക്കക്കാർ, ഗ്രീക്കുകാർ, ജൂതന്മാർ, ഇറ്റലിക്കാർ എല്ലാവരും സൽസയുടെ താളത്തിനൊപ്പിച്ച് ജീവിതം ആഘോഷമാക്കുന്നു. അവനും ആ താളം പഠിച്ചെടുത്തു. അതിനിടയിലെ ഇടർച്ചകൾ അവനെ നോവിച്ചു. അപ്പോഴാണ് കോണി ഐലൻഡിലെ ആ ഭീമൻ ഫെറീസ് വീൽ അവനെ കൈകാട്ടി വിളിച്ചത്. അവൻ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ആ യന്ത്രത്തിന് തൻ്റെ മനസ്സും ശരീരവും വിട്ടുകൊടുത്തു. ഫെറീസ് വീലിൻ്റെ ഓരോ കറക്കങ്ങളും ആ കുട്ടിയുടെ ആസ്വാദനത്തിന് ഒരു പുതിയ മാനദണ്ഡം നിർമ്മിച്ചു. ഒരു ഉയർച്ച, ഭൂഗുരുത്വത്തെ വെല്ലുവിളിച്ച് വായുവിൽ ഒരു നിൽപ്പ്, പിന്നെ താഴേക്ക് പിടുത്തം വിട്ടൊരു പോക്ക്. ഒരു സിനിമാക്കാരനായപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ആ ദ്വീപിലെ ഫെറീസ് വീൽ ചലിച്ചുകൊണ്ടിരുന്നു. ഫ്രീ ഫോളിന്റെ വൈറസിൽ അയാൾ തൻ്റെ കഥകളിൽ നിറച്ചു. ഡാരൻ അരനോസ്കി. അയാൾ യാതനകൾക്കും ഉയിർപ്പിനും ഇടയിലുള്ള നിമിഷങ്ങളെ കഥകളാക്കി, സിനിമകളാക്കി. ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ഡാരൻ അരനോസ്കി മതപരമായ പല മിത്തുകൾ കേട്ടാണ് വളർന്നത്. അധ്യാപകരായ മാതാപിതാക്കൾ അവനിൽ ചോദ്യങ്ങൾ നിറച്ചു. ഉത്തരം കണ്ടെത്താൻ അവർ അവനെ തള്ളിവിട്ടു. അതൊക്കെ ആ കുട്ടിയുടെ ഫലഭൂയിഷ്ടമായ മനസ്സിൽ മുളച്ചു പൊന്തി. അവയുടെ അർബൻ ടെയിലുകളാണ് നമ്മൾ പിന്നീട് അയാളുടെ സിനിമകളിൽ കണ്ടത്. പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ കാഴ്ചപ്പാടിന്റെ കരുത്തായിരുന്നു അരനോസ്കിയുടെ സമ്പാദ്യവും ബാധ്യതയും. വിവാദങ്ങളിൽ ചെന്ന് ചാടാനും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള അവസരങ്ങൾ തള്ളിക്കളയാനും അയാൾ മടിച്ചില്ല. നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം, പക്ഷേ അയാൾ തൻ്റെതായ ഒരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചു. ആദ്യ ചിത്രമായ പൈ $60,000 അരനോസ്കി നിർമ്മിച്ചത്. കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും $100 വീതം സമാഹരിച്ചാണ് ഈ നവാഗത സംവിധായകൻ ഈ പണം കണ്ടെത്തിയത്. ഈ $100 വാങ്ങുമ്പോൾ അവൻ അവർക്കൊരു ഉറപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ പണം $150 ഞാൻ തിരിച്ചു തരും. പൈ ഫിബിനോച്ചി സീരീസ് പോലെ പ്രകൃതിയിൽ കാണപ്പെടുന്ന പാറ്റേണുകളിലേക്ക് ഒരു താക്കോൽ തിരഞ്ഞു നടക്കുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞന്റെ കഥ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത ഈ ചിത്രം സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ വെച്ച് പടം കണ്ട് ഇഷ്ടമായ ആർട്ടിസൺ എന്റർടൈൻമെന്റ് സിനിമ വാങ്ങി, അതും $1 മില്യൺ. സിനിമയുടെ ബജറ്റും അരനോസ്കി തന്റെ കൂട്ടുകാർക്ക് കൊടുത്ത വാക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അയാൾ ആ വാക്ക് പാലിച്ചു. 2000-ൽ ഇറങ്ങിയ റെക്വം ഫോർ എ ഡ്രീം ആണ് അരനോസ്കി എന്ന പേരിന് കനം നൽകിയത്. ഈ സിനിമ നിങ്ങളെ ഒരു അരനോസ്കി ഫാനാക്കും. പക്ഷേ ഒരു തവണ കൂടി ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് അപാര ചങ്കുറപ്പ് വേണം. മുറിവിലേക്ക് ആഴ്ന്നിറങ്ങിയ മയക്കുമരുന്ന് സൂചികൾ പലരുടെയും ഉറക്കം കെടുത്തി. കോണി ഐലൻഡിലെ ഒരു അരനോസ്കി ഉട്ടോപ്പിയയിലാണ് ഈ കഥ നടക്കുന്നത്. ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന ഇതിലെ കഥാപാത്രങ്ങളുടെ മായിക ലോകത്ത് യാഥാർത്ഥ്യമെന്നത് വേദന മാത്രമാണ്. അവരുടെ അലർച്ചയാണ് ഓരോ ഫ്രെയിമുകളും. ഹ്യൂബർട്ട് സെൽബി ജൂനിയറിന്റെ അതേ പേരുള്ള ചെറുകഥയായിരുന്നു സിനിമയ്ക്ക് ആധാരം. കുട്ടിക്കാലം മുതൽ അരനോസ്കിയിൽ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരനായിരുന്നു സെൽബി. അടിസ്ഥാനപരമായി ഇതൊരു മയക്കുമരുന്ന് വിരുദ്ധ സിനിമയാണ്. എന്നാൽ പരപ്പിൽ നിന്ന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംവിധായകന്റെ ചോദ്യം വ്യക്തമാകും. എന്താണ് ഈ മയക്കുമരുന്ന്? മനുഷ്യനിലെ അനുഭൂതികളുടെ കേന്ദ്രം, ആസക്തിയുള്ള സ്വഭാവം എന്നിവ അന്വേഷിച്ചുള്ള ഇറക്കമായിരുന്നു റെക്വം ഫോർ എ ഡ്രീം. ഈ സിനിമ ഇറങ്ങുന്ന സമയത്താണ് അരനോസ്കിയുടെ മാതാപിതാക്കൾക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. മരണവുമായി താൻ മുഖാമുഖം നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. മാതാപിതാക്കളെ പരിചരിച്ച ആ കാലം അരനോസ്കിയെ മാറ്റി. വിശ്വാസത്തിന്റെയും യുക്തിയുടെയും ലോകങ്ങൾക്കിടയിൽ അയാൾ കുടുങ്ങി. അതാണ് നമ്മൾ ഫൗണ്ടെയിനിൽ കണ്ടത്. മരണം, മരണമില്ലാത്ത സ്നേഹം, നിത്യത എന്നിവയെക്കുറിച്ചായിരുന്നു ഈ ചിത്രം. പൈയുടെയും റെക്വം ഫോർ എ ഡ്രീമിന്റെയും വിജയം വാർണർ ബ്രദേഴ്സിന് അരനോസ്കിയിൽ ആത്മവിശ്വാസം നൽകിയിരുന്നു. $75 മില്യൺ അധിക ബജറ്റാണ് സ്റ്റുഡിയോ ഫൗണ്ടെയിൻ അനുവദിച്ചത്. പക്ഷേ പോപ്പ് കൾച്ചറിന്റെ ഭൗതിക പ്രവയിൽ മുങ്ങിക്കിടന്നിരുന്ന 2000-ങ്ങൾക്ക് ഫൗണ്ടെയിന്റെ വിശുദ്ധി മനസ്സിലായില്ല. അവർ ചിത്രത്തെ കൈവിട്ടു. പക്ഷേ അയാൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടങ്ങിയില്ലെന്ന് മാത്രമല്ല, തന്നിലെ നിഷേധിയെ കയറൂരി വിടുക കൂടി ചെയ്തു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം 2008-ലാണ് അടുത്ത ചിത്രവുമായി അരനോസ്കി എത്തിയത്, റെസ്ലർ. നിക്കോളാസ് കേജിനെ നായകനാക്കണമെന്ന് സ്റ്റുഡിയോ. പറ്റില്ലെന്ന് അരനോസ്കി. സിനിമാ വാർത്തകളുടെ തലക്കെട്ടിൽ നിന്ന് എന്നോ പടിയിറങ്ങിയ മിക്കി റൂർക്കിനെ നായകനാക്കണമെന്ന് അയാൾ വാശി പിടിച്ചു. ഒടുവിൽ വിജയിച്ചു. റാൻഡി ദ റാം എന്ന റോബിൻസനെ ചുറ്റിപ്പറ്റിയാണ് കഥ. റിങ്ങിൽ എതിരാളികളെ വിറപ്പിച്ചിരുന്ന പ്രതാപകാലത്തിൽ നിന്ന് അയാൾ ഏറെ അകലെയാണ്. അയാളുടെ ജീവിതത്തിന് ചുറ്റും യഥാർത്ഥ ഗുസ്തിക്കാരെയും ന്യൂജേഴ്സിയുടെ ജീവിതവും നിറച്ച അരനോസ്കി സമ്പന്നമാക്കി. റെസ്ലറിൽ നിന്ന് 2010-ൽ ഒരു ബാലെ നർത്തകിയുടെ കഥയിലേക്കാണ് അരനോസ്കി എത്തിയത്, ബ്ലാക്ക് സ്വാൻ. റിയലിസത്തിന്റെയും ഫാന്റസിയുടെയും പരകോടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ സിനിമയിൽ അരനോസ്കി. സിനിമയ്ക്കായി നായിക നതാലി പോർട്ട്മാൻ ഒരു ദിവസം 4 മുതൽ 6 മണിക്കൂർ വരെ ബാലെ പരിശീലനം നടത്തി.
20 പൗണ്ട് ഭാരം കുറച്ചു. ഷൂട്ടിങ്ങിനിടയിൽ അവരുടെ വാരിയല് ഒടിഞ്ഞു. ജീവിതത്തിൽ മുന്നിലേക്ക് വരാൻ കൊതിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളെ അതിമനോഹരമായി, ചിലപ്പോഴൊക്കെ ഭയാനകമായാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് നായികയെയോ അഭിനേത്രിയോ അല്ല, അർണോസ്കിയുടെ കറുത്ത അരയന്നത്തെയാണ്. നോഹ എന്ന ചിത്രം കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നീട് ഇറങ്ങിയ അർണോസ്കിയുടെ 2 ചിത്രങ്ങൾ മദറും വെയിലും ബ്ലാക്ക് സ്വാനിന് സമാനമായി ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. മദർ കാണുന്ന ഒരാൾക്ക് ഇപ്പോൾ എന്തിനാണ് ഞാൻ സാക്ഷിയായത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. 2014 ചെയ്ത നോഹ പരാജയപ്പെട്ടതോടെ അർണോസ്കി തന്റെ ശ്രദ്ധ മുഴുവൻ കുട്ടികൾക്കായുള്ളൊരു സിനിമയിൽ കേന്ദ്രീകരിച്ചു. എന്നാൽ പിള്ള മനസ്സുപോലെ കളങ്കമില്ലാത്തതല്ല അവരുടെ ഭാവി എന്ന തിരിച്ചറിവിലേക്ക് അയാൾ എത്തി. ലോകം എരിഞ്ഞടങ്ങുമ്പോൾ, ഫാസിസ്റ്റുകൾ നഗരപ്രദർശനം നടത്തുമ്പോൾ, സ്മാർട്ട് ഫോണുകൾ അത്താഴ വിരുന്നുകളെ വിരസമാക്കുമ്പോൾ, ഒരു വീട്ടിൽ പല വീടുകൾ ഉയരുമ്പോൾ അർണോസ്കി മദർ എടുത്തു. ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഒരു വീട്ടിലെ അമ്മയെ, ഗൃഹനാഥയെ വകവയ്ക്കാതെ വീട് കൈയേറുന്നത് സിനിമയിൽ കാണാം. സ്രഷ്ടാവ്, പ്രകൃതി, ഭവനം, ആദം, ഹവ്വ എന്നിങ്ങനെ രൂപകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. സംവിധായകന്റെ അസ്തിത്വപരമായ നിരാശ ഈ സ്ക്രിപ്റ്റിൽ പ്രകടമാണ്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെ മനുഷ്യൻ എങ്ങനെ അവഗണിക്കുന്നു എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ദ വെയിലിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു അർണോസ്കിയാണ്. 600 പൗണ്ട് ഭാരമുള്ള ചാർലി എന്ന ഓൺലൈൻ ഇംഗ്ലീഷ് അധ്യാപകൻ. അയാളുടെ ഏകാന്തവാസം, പതിയെ നിശബ്ദമായിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ഹൃദയം, അയാൾക്ക് ചുറ്റുമുള്ള ലോകം, അതാണ് ദ വെയിൽ. അല്ല, അയാളാണ് ആ തിമിംഗലം. സാമുവൽ ഡി ഹണ്ടറിന്റെ നാടകം തീവ്രത ചോരാതെ അർണോസ്കി തിരയിലേക്ക് എത്തിക്കുകയായിരുന്നു. സമൂഹം അടിച്ചേൽപ്പിച്ച കുറ്റബോധവും അപമാനവുമാണ് ചാർലിയെ സ്വയം ഒറ്റപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. തന്റെ ഭാരം, മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിനായി കുടുംബം ഉപേക്ഷിച്ചത്, ഒരു പിതാവെന്ന നിലയിലുള്ള പരാജയം, ഇവയെല്ലാം അയാളെ തന്റെ അവസാന ആഴ്ചയിൽ വരിഞ്ഞു മുറുക്കുന്നു. സിനിമയുടെ അവസാനം തന്റെ ലൈംഗികതയിൽ, ആത്മവിശ്വാസത്തിൽ കാലൂന്നിയാണ് അയാൾ മുകളിലേക്ക് ഉയരുന്നത്. അതെ, അതൊരു ഉയർച്ചയാണ്. അർണോസ്കി എക്സ്ട്രീം ക്ലോസപ്പുകളിലൂടെ നമ്മളെ ഇമേജുകളുടെ ഭീകരതയുമായി അടുപ്പിച്ചു. അത് കാണികളുടെ വേദന ഇരട്ടിപ്പിച്ചു. കഥാപാത്രങ്ങൾക്ക് മുകളിൽ ക്യാമറ സ്ഥാപിച്ച് ദൈവത്തിന്റെ കാഴ്ച നമുക്ക് തന്നു. ബ്ലാക്ക് സ്വാനിലേതുപോലെ ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളിലൂടെ മായയ്ക്കും യാഥാർത്ഥ്യത്തിനും ഇടയിൽ നമ്മളെ കൊണ്ടിട്ടു. കഥാപാത്രങ്ങളെ തലച്ചോറിനുള്ളിൽ പ്രേക്ഷകർക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് അർണോസ്കിയുടെ വിഷ്വൽ സ്റ്റൈൽ. ആ തലയോട്ടിക്കുള്ളിൽ ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടിയേക്കാം. ഇനി ഒരു അർണോസ്കി പടം കാണാനിരിക്കുമ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക: നിങ്ങൾ അയാളുടെ കൈ പിടിച്ച് ആ ഭീമൻ ഫെറീസ് വീൽ കയറുകയാണ്. അത് നിങ്ങളെ വായുവിൽ കീഴ്ക്കാൻ തൂക്ക് നിർത്തിയേക്കാം. ന്യൂട്ടന്റെ തലയിലേക്ക് ആദത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി വീണ ആപ്പിൾ കണക്കിന് താഴേക്കിട്ടേക്കാം. നിങ്ങൾക്ക് അലറാം, കരയാം, ഒടുവിൽ കണ്ണുനീർ പറ്റിയ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയും. അതാണ് ട്രൂ സിനിമ.